ഹായ് ഹലോ. ഞാനിന്ന് വൈറൽ ഡിഷായ ചെമ്മീൻ നിർവ്വാണയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു മിക്സീൻ്റെ ജാറിൽ കുറച്ചധികം മല്ലിയിലയിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 1/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുക. വിനാഗിരി ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വിനാഗിരി കൂടിപ്പോകാൻ പാടില്ല. നമ്മൾ മസാല നല്ല തിക്കായിട്ട് അരച്ചെടുക്കേണ്ടതാണ്, ലൂസായി പോകാൻ പാടില്ല. വിനാഗിരി കൂടുതലായാൽ മസാലേൻ്റെ ടേസ്റ്റും മാറിപ്പോവും. അതിനുശേഷം അരച്ചെടുത്ത മസാല നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നല്ലപോലെ കൈവച്ച് കുഴച്ച് മിക്സാക്കിയിട്ട് അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മളെ റെഡിയാക്കി വെച്ച ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്ത് നിരത്തി വെക്കുക. അപ്പോൾ ചെമ്മീൻ നമുക്ക് ഫ്രൈ ആയി വേവിച്ചെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടി അതിൻ്റെ ഒരു ഭാഗം ചെമ്മീൻ ഇങ്ങനെയെല്ലാം നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വെന്തിട്ടാകുമ്പോൾ അതിൻ്റെ മറ്റേ ഭാഗവും കൂടെ തിരിച്ച് വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുക. ചെമ്മീൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മളെ മസാല ശരിക്കും ചെമ്മീൻ്റെ അകത്ത് പിടിച്ച് നല്ല തിക്കായിട്ടുണ്ടാവും. അതിൻ്റെ അകത്തേക്ക് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടി കുറച്ച് തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാലെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുത്ത തേങ്ങാപ്പാലും കൂടെ ഈ കറീൻ്റെ അകത്തേക്ക് ചേർത്ത ശേഷം നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ ഗ്രേവി നല്ലപോലെ കുറുകി ആ മസാല മൊത്തത്തിൽ നമുക്ക് ചെമ്മീൻ്റെ അകത്തേക്ക് നല്ല മിക്സായി നല്ല തിക്കാകുന്നവരെ വെച്ചിട്ട് കുറച്ചൊരു പഞ്ചസാരയും കൂടെ ചേർക്കും. അതിൻ്റെ എരിവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി ഗ്രേവിയെല്ലാം നല്ല തിക്കായാൽ നമ്മളെ നിർവ്വാണം റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.